ക്ഷേത്രങ്ങളിലൊക്കെ ചിത്രങ്ങളും വിഗ്രഹങ്ങളൊക്കെ പെയിന്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടില്ല. എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വിശദീകരിക്കുക? നമ്മളിപ്പോൾ നിൽക്കുന്ന മൂലട്ട് IGP UP സ്കൂളിന്റെ സ്കൂളിലാണ് നിൽക്കുന്നത്. അതിന് ട്രെയിൻ സുരക്ഷയുടെ വരച്ച ട്രെയിനിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര വർഷം മുമ്പാണ് ഈ ചിത്രം വരച്ചത്? എത്ര ദിവസം എടുത്തു ഇത് ഫിനിഷ് ആകാൻ വേണ്ടി? 2020 നമ്മൾ കൊറോണ സമയത്താണ് വരച്ചത്. അന്ന് സ്കൂളെല്ലാം അവധിയായിരുന്നു. ഹായ് ഹലോ, വില്ലേജ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മനോഹരമായ ചിത്രരചനയിലൂടെ വലിയ ക്യാൻവാസുകളിലൂടെ ചിത്രരചന നടത്തി അണക്കെട്ടിന്റെ അതുപോലെ ട്രെയിനിന്റെ ഒക്കെ പടം വരച്ച് ലോകമലയാളികളുടെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ മൂലട്ട് സ്വദേശിയായ ശ്രീ സുരേഷ് രവി അഥവാ നമ്മുടെ സുരാഭിചാരനാണ് വന്ന് വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. വില്ലേജ് ബ്ലോഗ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സുരേഷ് ചേട്ടാ നമസ്കാരം, എന്നെക്കൊണ്ട് വിശേഷമൊക്കെ? എന്റെ വിശ്വാസം സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെയാണ് സുരേഷ് ചേട്ടാ ഈ ചിത്രകലാ രംഗത്തേക്ക് കടന്നു വന്നത്? വളരെ വർഷങ്ങളായിട്ട് നമുക്ക് ജന്മന കിട്ടിയ ഒരു കഴിവാണ്. ആ കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു, അത്രേ ഉള്ളൂ. പിന്നെ ഫൈൻ ആർട്സ് കോളേജിൽ പഠിച്ചിട്ടുണ്ട്, NNTI പഠിച്ചിട്ടുണ്ട്, കലാകേന്ദ്രയിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ഇത് ട്രൈ ചെയ്തിട്ടുണ്ട്. മറ്റേ എന്നാ പറയുന്നത്, എൻ്റെ ഒരു KGT ഡിപ്ലോമ കോഴ്സ് സർക്കാർ കോഴ്സ് ക്യാൻസൽ ചെയ്തു. പിന്നെ നമ്മള് സ്വയം പര്യാപ്തമായിട്ട് നമ്മൾ ആ രീതിയിലേക്ക് വന്നു. എത്ര വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്? ഒരു 35-40 വർഷമായിട്ട് നമ്മൾ ഈ ഫീൽഡിലുണ്ട്. നിൽക്കുന്നത് മൂലട്ടം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിലാണ്. അപ്പം നമ്മുടെ സ്കൂളിന്റെ ഒരു മതിലയുടെ മനോഹരമായിട്ടൊരു ചെറുകിട ഡാമിന്റെ ചിത്രം വരച്ചിട്ടുണ്ട്. എത്ര ദിവസം എടുത്തു ഈ ചിത്രം വരച്ച് വരെ പൂർത്തിയാക്കാൻ വേണ്ടി? ശരിക്കും പറഞ്ഞാൽ ലേ ഔട്ടാണ്. ആ ലേ ഔട്ട് നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരുപാട് റിസ്ക് ഉണ്ട്. കാരണം റഫായിട്ടൊരു വാളാണ്. അങ്ങനെയുള്ള റഫായിട്ടൊരു വാള് ചെയ്യുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു ലേ ഔട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. പിന്നെ 4 ദിവസം എടുത്തു. 4 ദിവസം കൊണ്ട് നമ്മളെ തീർത്ത്. നമ്മുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു, രാജേഷ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ സുഹൃത്ത് നിവിൻ ഉണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി ഞങ്ങളതെല്ലാം ബാക്ക്ഗ്രൗണ്ടിൽ അടിച്ച് എല്ലാം റെഡിയാക്കി എടുത്തു, അത്രേ ഉള്ളൂ. അങ്ങനെയാണ് അത് ശരിയാക്കിയിരുന്നത്. നല്ല മനോഹരം, വഴി പോകുന്നവരെല്ലാം നല്ല രീതിയിൽ ഫോട്ടോ ഒക്കെ എടുത്ത്. അതെ, അങ്ങനെയാണോല്ലോ. കാരണം ലേഔട്ട് മാത്രമാണ്. കാരണം വെച്ചാൽ നമുക്ക് അത് ഒത്തിരി എക്സ്പെൻസ് നമുക്ക് മുടക്കാനും ഇല്ല. നമുക്ക് ആ മതിലെല്ലാം അതിൽ കൂടുതൽ ചെയ്യാനും പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അത് ഒരു വാള് ചെരിഞ്ഞു കിടക്കുന്ന ഒരു വാളാണ്, പിന്നെ റഫാണ്. നമുക്ക് അതിൻ്റെ അത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് ലേഔട്ട് മാത്രമേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ചിത്രരംഗത്ത് മാത്രമേ ചോദിച്ചിട്ടുള്ളത്, വേറെ എന്തൊക്കെ കഴിവാണ് സുരേഷ് ചേട്ടനുള്ളത്? ഞാന് നല്ലൊരു ഫുട്ബോളറാണ്. ശരിക്കും ഫുട്ബോൾ കളിക്കായിരുന്നു. കേരള സ്കൂൾസ് കളിച്ചിട്ടുണ്ട്. 2 വർഷം ഇടുക്കി ജില്ലാ ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. 2 സ്റ്റേറ്റ് കോച്ചിങ് ക്യാമ്പ് വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് അന്നും ഇന്നും അതേപോലെ നിൽക്കുന്നത്. നമ്മളെ അറിയാവുന്നവര് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ അത് കേരള സ്കൂൾസ് കളിച്ചെന്ന് പറയുമ്പോൾ അതിന്റെ സർട്ടിഫിക്കറ്റ് എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഈ പള്ളികളിലും ക്ഷേത്രങ്ങളിലൊക്കെ ചിത്രങ്ങളും വിഗ്രഹങ്ങളൊക്കെ പെയിന്റ് ചെയ്ത് മനോഹരമാക്കിയിട്ടില്ല. എന്താണ് അതിനെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വിശദീകരിക്കുക? അതെല്ലാം മെമ്മറിയാണ്. നമ്മൾ കണ്ട് പഴകിയ, കാരണം നമ്മുടെ ഒരു ഫേസില് എത്രത്തോളം ഭാവങ്ങളും ഇതൊക്കെ വരുമെന്ന് നമുക്കറിയാം. അപ്പൊ ഒരു കരയുന്ന ഭാവവും അല്ലാത്ത ഭാവവും ഒക്കെ നമുക്ക് അറിയാമല്ലോ. ചിരിക്കുന്ന ഭാവവും സന്തോഷം, അതൊക്കെ നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓരോ ഭാവങ്ങളും നമ്മളാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്കറിയാമല്ലോ. നമ്മളൊരു കലാകാരൻ എന്ന നിലയിൽ നമ്മൾ ആ ഭാവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഒരാൾ ക്രൂശി കിടക്കുന്ന ഒരാള്, അയാളുടെ ഭാവത്തിൽ എന്തൊക്കെയുണ്ട്, ശരിക്കും ഇഞ്ചുറി ആയിട്ടൊരാള് എങ്ങനെ കിടക്കുന്നു, ആ ഒരു ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെ നമ്മൾ വളരെ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മുകളിലൊക്കെ ചെയ്തിട്ടുണ്ട്. ചക്കിക്കാവ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും. കാരണം വെച്ചാൽ അത്ര സെൻസിറ്റീവായ കുറെ കാര്യങ്ങളുണ്ട്. ശ്രദ്ധിക്കണം. പിന്നില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് ഒരു കാര്യങ്ങളും നടക്കുമല്ല. കാരണം വെച്ചാൽ മറ്റുള്ളവര് കാണുമ്പോൾ ഒരു ഭാവം ഉണ്ടല്ലോ, ആ ഭാവം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അത് ഏറ്റവും ഒരു കലാകാരൻ എന്ന നിലയിൽ ആർക്കാണേലും അത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ നിൽക്കുന്ന മൂലട്ട് IGP UP സ്കൂളിന്റെ സ്കൂളിലാണ് നിൽക്കുന്നത്. അതിന് ട്രെയിൻ സുരക്ഷയുടെ വരച്ച ട്രെയിനിന്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത്. എത്ര വർഷം മുമ്പാണ് ഈ ചിത്രം വരച്ചത്? എത്ര ദിവസം എടുത്തു ഇത് ഫിനിഷ് ആകാൻ വേണ്ടി? 2020 നമ്മൾ കൊറോണ സമയത്താണ് വരച്ചത്. അന്ന് സ്കൂളെല്ലാം അവധിയായിരുന്നു. പിന്നെ നമ്മള് 10-15 ദിവസം എടുത്തു. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം മൈന്യൂട്ടായിട്ടുള്ള കുറെ കേസുകളുണ്ടല്ലോ, അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് വരണം. പിന്നെ നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള വാള് കിട്ടി, വിൻഡോസ് കിട്ടി. പിന്നെ അതിന്റെ ഇഞ്ചിനും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോണ ഒരു
സെറ്റപ്പാണ്. അപ്പൊ അതിനകത്ത് നമുക്ക് ഇന്ത്യൻ വരയ്ക്കാൻ പാടില്ല, കാരണം ഫേസ് വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരെ പോകുന്ന ട്രെയിനിന്റെ ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. പിന്നെ നമ്മൾ കുറെ എഡിറ്റ് ചെയ്ത് നമ്മളത് സെറ്റപ്പ് ചെയ്ത് ഒരു എന്നാ പറയുന്നത്, അതൊരു ഇന്ത്യൻ കൂടെ വേണമെന്ന് പറഞ്ഞ കാരണം അവര് PTA-ക്കാര് നിർബന്ധിച്ച കാരണം നമ്മൾ അങ്ങനെ വരച്ചു കൊടുത്തത്. കാരണം എന്താ വെച്ചാൽ ഇത് ഒരിക്കലും നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ സ്ട്രേറ്റ് ആയിട്ട് പോണ ഒരിക്കലും നമുക്ക് നടക്കുമല്ലോ. കാരണം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഫേസ് നമുക്ക് കിട്ടുന്നില്ല. അത് പിന്നെ നമ്മള് ഒരുമാതിരിയൊക്കെ എഡിറ്റ് ചെയ്ത് കുറെ കയറ്റി അങ്ങനെ ശരിയാക്കി എടുത്തതാണ്. അടിപൊളി ചിത്രമാണ്. ഈ ചിത്രം വരച്ച കാലയളവിൽ നമ്മുടെ TV ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും അതുപോലെ പത്രമാധ്യമങ്ങളിലൊക്കെ ഇതിനെ കുറിച്ച് ധാരാളം വാർത്തകളൊക്കെ വന്നില്ല? ഒരുപാട് വന്നായിരുന്നു, എല്ലാ ചാനലുകളും വന്നായിരുന്നു, മീഡിയകളെല്ലാം വന്നായിരുന്നു. ഏഷ്യാനെറ്റ് വന്നു, മാതൃഭൂമി വന്നു, ടെലിവിഷൻ വന്നു, അങ്ങനെ എല്ലാ ചാനലുകളിലും വന്നായിരുന്നു. പക്ഷെ അത് നമുക്ക് ഒരു ഭയങ്കര എന്നാ പറയുന്നത്, ഇതിക്കുള്ളൊരു കലാകാരന് കിട്ടുന്ന ഒരു അംഗീകാരം അത് തന്നെ, അത്ര അതിക്കുള്ള അംഗീകാരം ഒരിക്കലും കിട്ടാനില്ല എന്നുള്ള രീതിയിലാണ് നമ്മള് ഒത്തിരി പേര് വിളിച്ചായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് വരെ ഫ്രണ്ട്സ് വിളിച്ചായിരുന്നു. എത്ര എബിലിറ്റി ഉള്ള ഒരു ആളാണോ, നമുക്ക് അറിയത്തില്ലായിരുന്നു, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷമല്ലേ. കാരണം വെച്ചാൽ ഇവരിങ്ങനെ ഒരു സജഷൻ പറയുകയും നമുക്ക് ഇങ്ങനെ വരയ്ക്കാനുള്ള അവസരം കിട്ടുകയും ചെയ്തപ്പോഴത്തേക്ക് അവസരമാണല്ലോ ഓരോ ആൾക്കാർക്കും ഒരു പ്രചോദനമാകുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു അവസരം കിട്ടി, നമ്മള് മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഫാമിന്റെ ചിത്രം അല്ലെങ്കിൽ ട്രെയിനിന്റെ ചിത്രം അല്ലാതെ സുരേഷ് വേറെ എന്ത് ടൈപ്പ് ചിത്രങ്ങളാണ് വരച്ചിട്ടുള്ളത്? നമ്മളെല്ലാം ചെയ്യും. കാരണം വെച്ചാൽ മ്യൂറൽ ചെയ്യും, പിന്നെ കൂടുതലും വീടുകൾക്ക് വേണ്ടിയല്ല നമ്മൾ ചെയ്യുന്നത്, വീട്ടിലുള്ള ഇന്റീരിയർ ഡെക്കറേഷൻ അങ്ങനെയുള്ള കുറെ പരിപാടികളുണ്ട്. പിന്നെ ടെക്സ്ചർ, പിന്നെ വരകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ഒരുപാട് പരിപാടികളുണ്ട്. ആ വീട്ടിന് ആവശ്യമായ സൂട്ടബിൾ ആയിട്ടുള്ള അവര് ഒരു കസ്റ്റമർ എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് നമുക്കത് ചെയ്ത് കൊടുക്കാനുള്ള നമ്മൾ വില്ലിങ് ആണ്. അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കും എല്ലാ രീതിയിലും. ടെക്സ്ചർ, വാൾ പെയിന്റിങ്, റൂമിന്റെ അങ്ങനെയുള്ള കുറെ വർക്കുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടമാകുന്ന രീതിയിൽ നമ്മൾ ഒരുപാട് വർക്കുകൾ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഓഫറുകൾക്ക് വരാറുണ്ടോ? പിന്നെ ഉണ്ട്, ധാരാളം വരാറുണ്ട്. ഹൈദരാബാദിൽ നിന്ന് വിളിച്ചായിരുന്നു, അവിടെ സ്കൂളിൽ ഇതുപോലെ വർക്ക് ചെയ്ത് കൊടുക്കണമെന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നു. ഞാൻ പറഞ്ഞു ചെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കൊറോണ കാലമായ കാരണം പിള്ളേരുടെ അഭാവം മൂലം പുള്ളിക്കാരൻ അത് പോസ്റ്റ്പോൺ ചെയ്തു. ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈദരാബാദിലാണ്. ഇത് ട്രെയിൻ വരച്ചു കൊടുക്കണമെന്നും പറഞ്ഞിട്ട് കമ്പൽസറി ആയിട്ട് എന്നെ വിളിച്ചു. മേലാവിൽ സാറാണ് എന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അടുത്ത സീസണിൽ ചെല്ലാന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചിട്ടുണ്ടോ. അങ്ങനെ ഒരുപാട് ഓഫർ വരാറുണ്ട്. അപ്പം പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സ്കൂളുകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിലൊക്കെ മനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിൽ സുരേഷ് ചേട്ടന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്താൽ കേട്ടോ. അപ്പം വേണ്ടവര് കോൺടാക്ട് ചെയ്താൽ മതി. ചെറുകിട ഡാമിന്റെ ചിത്രം, അതുപോലെ നമ്മുടെ IGP സ്കൂളിലെ ട്രെയിനിന്റെ ചിത്രമൊക്കെ വളരെ മനോഹരമായ രീതിയിൽ വരച്ച്, അതുപോലെ നമുക്കും ഇത്രയും സമയം ചെലവഴിച്ച സുരേഷ് ചേട്ടന് എല്ലാ ആശംസകളും തരുന്നു. ഭാവിയിൽ ധാരാളം ചിത്രങ്ങളൊക്കെ വരയ്ക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. സുരേഷ് ചേട്ടന് എല്ലാ ആശംസകളും തരുന്നു.